കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് സശ്രദ്ധം കാതോർക്കേണ്ട മണിക്കൂറുകളാണ് ഇത്. ഈ വരുന്ന 29-ാം തീയതി ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ എന്നതാണ് പുതിയ കാലാവസ്ഥാ അറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രത വേണം. കൂടുതൽ ശ്രദ്ധ വേണ്ടത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കഴിയുന്നവർക്കാണ്. ഈ മുന്നറിയിപ്പുകൾ കേട്ട് നമ്മൾ കരുതിയിരുന്നാലും ഭരണ നേതൃത്വത്തിന്റെ അലംഭാവങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചില അപകടക്കുഴികൾ ആരുടെയും ജീവനെടുത്തേക്കാം. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് എന്ന 32-കാരൻ ഇന്ന് മരിച്ചത് വെള്ളം നിറഞ്ഞ കുഴിയിൽ നിന്ന് സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ മറിഞ്ഞു വീണ് ബസ് കയറിയാണ്. ഒപ്പമുണ്ടായിരുന്ന അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കോർപ്പറേഷനെതിരെ പ്രതിഷേധം ഇരച്ചു കയറിയ ഈ സംഭവം നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് അധികാരികൾ കൊടുക്കുന്നത് പുല്ലുവിലയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. മഴ നനഞ്ഞും വീടുകളിൽ വെള്ളം കയറിയും റോഡിലെ വെള്ളക്കെട്ടിൽ വീണും വീഴാതെയും താങ്ങോ തണലോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാതെ കടലാക്രമണത്തെ നേരിട്ടും ഉരുൾപൊട്ടൽ ഭീതിയിൽ ഉരുകിയും കഴിയുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുനീരിന് ഈ പെയ്യുന്ന മഴയേക്കാൾ ശക്തിയുണ്ടാകും. ആരുണ്ട് അത് കാണാൻ? ആരുണ്ട് അത് തുടയ്ക്കാൻ? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം.